പേടിച്ചാണോ ഇരിക്കുന്നത്? എന്താ മാഡം ഇത്? ഞാൻ വരണ്ട കൂടെയല്ലേ, ഒരു കുഴപ്പമുണ്ടാവില്ല. ഇപ്പൊ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും വരുൺ കൂടെ ഉണ്ടായിരുന്നില്ലേ? അതൊന്നും കൊല്ലാൻ നടക്കുന്നവർക്കൊരു കാര്യമല്ലെന്ന് മനസ്സിലായില്ലേ? ഇവരിനി ആള് മാറി വല്ലതും കൊല്ലാൻ നടക്കുന്നതാണോ മാഡം? അല്ലാതെ എന്റെ പിന്നാലെ എന്തിനാ ഇങ്ങനെ നടക്കുന്നത്? ആ, എന്തെങ്കിലും കാര്യം കാണും. രണ്ടാളും ഒന്ന് സൂക്ഷിച്ചാ മതി. പക്ഷേ ഇപ്പൊ തൽക്കാലം സൂക്ഷിക്കേണ്ടത് ഫിദ മാഡം. ടെൻഷൻ ആവരുത്, മരുന്ന് കൃത്യമായിട്ട് കഴിക്കണം. ഞാനിതാ ഇങ്ങോട്ട് പോന്നെങ്കിലും മനസ്സെല്ലാം അവിടെ തന്നെയുണ്ട്. അതെനിക്കറിയാം മോളെ. എന്റെ മോള് മനസ്സുകൊണ്ട് എപ്പോഴും എന്റെ കൂടെ തന്നെ ഉണ്ടെന്ന് എനിക്കറിയാം. കൂടിയാൽ ഒരു 2-3 ദിവസം, അതിനുള്ളില് ആ കെട്ടും പൊട്ടിച്ച് നമുക്കങ്ങ് ഫ്രീ ആവണം. കേട്ടല്ലോ? ആയിക്കോട്ടെ. അമൃത മാഡം ഉണ്ടോ അടുത്ത്? ആ ഉണ്ട്. എന്നാ ഫോണൊന്ന് സ്പീക്കറിലിടോ. ഓ ഇടാലോ മോള. രാധികേ. മാഡം, ഈ സാധാരണ അസുഖമുള്ളവരൊക്കെ ഈ ചില പിടിവാശികളൊക്കെ കാണിക്കും. ഭക്ഷണം കൊടുത്താൽ കഴിക്കില്ല, ഗുളിക കൊടുത്താൽ കുറച്ച് കഴിയട്ടെ എന്നൊക്കെ പറയും. ഒന്ന് സമ്മതിച്ചു കൊടുക്കരുത് കേട്ടോ. എല്ലാം കൃത്യസമയത്ത് തന്നെ കൊടുത്തോളണം. ഇനി എന്തെങ്കിലും മടി കാണിച്ച അപ്പൊ തന്നെ അമൃതമ്മയുടെ എന്നെ വിളിച്ചാ മതി. എന്നിട്ട് എന്ത് ചെയ്യാനാ? ഞാനങ്ങോട്ട് വരും. അമ്മയ്ക്ക് മോളെ അനുസരിപ്പിക്കാനുള്ള അവകാശം ഉണ്ടെങ്കിലേ മോൾക്ക് അമ്മയെ അനുസരിപ്പിക്കാനുള്ള അവകാശം ഉണ്ട്. മോള് പേടിക്കണ്ട, അമ്മയ്ക്ക് കൃത്യമായിട്ട് ഞാൻ എല്ലാം കൊടുത്തോളാം. പോരെ? ശരി, എന്നാ ആയിക്കോട്ടെ മാഡം. ആ അതെ, മോള് വല്ലതും കഴിച്ചായിരുന്നോ? ഇല്ല. നേരത്തെ ഭക്ഷണം കഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കിടന്നുറങ്ങ്. ഇന്നത്തെ സംഭവം ഹോസ്പിറ്റലിലെ ടെൻഷനും കൂടിയായിട്ട് നല്ല ക്ഷീണം ഉണ്ടാവും. ഈ പറയുന്നത് അവിടെയും ബാധകമാണേ. അങ്ങനെയാണെങ്കിൽ 2 പേർക്കും നേരത്തെ ഉറങ്ങിയേക്കാം. ഞാൻ ഉറങ്ങിക്കോളാം. എന്നാ ശരി അമ്മേ, ഞാൻ ഫോൺ വെക്കട്ടെ? ശരി. അതൊന്നും ഉണ്ടാവില്ല സാർ. പോലീസിന് എന്നെ കുറിച്ച് സൂചനയൊന്നും കിട്ടിയിട്ടില്ല. അങ്ങനെയൊന്നും സംഭവിക്കുകയില്ല. പിന്നെ ഈ പരാജയങ്ങൾ അത് ഞാൻ മാറ്റിക്കോളാം. എന്തായാലും തൽക്കാലം താനൊന്ന് മാറി നിൽക്ക്. അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ ഒരു കാരണവശാലും പെട്ടുപോകരുത്. ബെഞ്ചമിൻ, താൻ ട്രൈ ചെയ്ത ആ ശ്രമങ്ങളൊക്കെ കൃത്യമായിരുന്നു. മുമ്പത്തെ പോലെ തന്റെ കാര്യത്തിൽ എനിക്കിപ്പോ അത്രയ്ക്ക് സംശയമൊന്നുമില്ല. താനിത് ചെയ്യും. പക്ഷെ സാറ് പറഞ്ഞതുപോലെ കുറച്ചു നാള് നീങ്ങി നിൽക്കുക. അവളുടെ സുരക്ഷാ വലയങ്ങളൊക്കെ ഒന്ന് പൊട്ടട്ടെ. ഓക്കെ, കുറച്ചു കാലം മാറി നിന്ന് എനിക്കും ചിലത് പ്ലാൻ ചെയ്യാനുണ്ട്. ജയിലിൽ കിടക്കുന്ന ചന്ദ്രശേഖരൻ സാർ ആഗ്രഹിക്കുന്നത് പോലെ കണിമംഗലത്തിന്റെ സർവനാശം. കെട്ട വാർത്തകൾക്ക് അപ്പുറത്തൊരു നല്ല വാർത്തയ്ക്ക് കാതോർത്തിരിക്കണം. അത് സംഭവിച്ചിരിക്കും. വരുണിട്ടൊരു പണി കൊടുത്തപ്പോ അവളുടെ സന്തോഷം കണ്ടോ മുത്തശ്ശി? പക്ഷേ ഉള്ളത് പറയാലോ, സുകുമാരിയമ്മയുടെ തലേന്ന് വരുന്ന ഓരോ ഐഡിയയും നല്ല വെറൈറ്റിയാ. ജീവിതം കുറെ കണ്ടതല്ലേടി കൊച്ചുങ്ങളെ. എത്ര കുടുംബങ്ങളെ നേർക്ക് നേരെ കണ്ടതാ. നന്നായി ജീവിച്ചു തുടങ്ങുന്നവരെ കണ്ടിട്ടുണ്ട്, പരസ്പരം കൊല്ലാൻ നിൽക്കുന്നവരെയും കണ്ടിട്ടുണ്ട്. നമ്പർ ഇറക്കാൻ തുടങ്ങിയാലേ സുകുമാരിക്ക് അതിന് ഒരു ക്ഷാമവും ഉണ്ടാവില്ല. ആ അതെ, ഇനി മുത്തശ്ശി പറയാനൊന്നും നിക്കില്ല. വരുണിനെ കണ്ട അപ്പ അടുത്തേക്ക് പൊക്കോണം. നിനക്ക് വേണ്ടതൊക്കെ വാങ്ങിച്ചോ, കേട്ടല്ലോ? മോളെ പ്രിയങ്കെ, നീ ഇനി വരുണിനോട് നിന്നെ പുറത്ത് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് ബഹളം വെക്കണം. അല്ലെങ്കിലേ രാധികയും വരുണും പുറത്തു പോകാൻ മോള് സമ്മതിക്കരുത്. വണ്ടിയുടെ മുമ്പിൽ ചെന്ന് കിടന്നിട്ടായാലും ആ യാത്ര എങ്ങും മുടക്കണം. മനസ്സിലായോ? അതുപോലെ
അവര് രണ്ടുപേരും ഭക്ഷണം കഴിക്കുന്നത് ഇരിക്കുന്നത് കണ്ട നേരെ നടുവിലോട്ടങ്ങ് ചെന്നേക്കണം. എഴുന്നേറ്റ് പോണെങ്കി പോട്ടെ, പട്ടിണി കിടക്കുന്ന ഈ കിടക്കട്ടെ. ആ ശരി ശരി, എന്നാ നിങ്ങൾ പൊയ്ക്കോ. നമ്മൾ 4 പേരും കൂടി ഇവിടെ നിൽക്കുന്നത് കണ്ടാലേ അത് പ്രശ്നമാ. ശരി മുത്തശ്ശി. പ്രിയങ്കയോട് നേരത്തെ കിടന്ന് ഉറങ്ങാൻ പറ. പിന്നെ മുത്തശ്ശി കുറെ കഴിഞ്ഞിട്ട് ഉറങ്ങിയാ മതി. ഇതെന്തൊരു ജീവിതം മുത്തശ്ശി. സ്വന്തം വീട്ടില് സ്വന്തം അച്ഛന്റെ മുമ്പില് ഇങ്ങനെ നാണം കിടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാ എടാ, അവര് കരുതിക്കുട്ടി ചെയ്യുന്നതല്ലേ. അങ്ങനെ ചെയ്യുന്നവരെ അങ്ങ് ഇല്ലാതാക്കണം എന്നാണ് ഞാനന്ന് പറഞ്ഞത്. അപ്പൊ അതിനാരും സമ്മതിക്കത്തില്ലല്ലോ. നീ എന്താ ഈ പറയുന്നേ? ഇപ്പൊ നിനക്ക് എന്താ ചെയ്യാൻ പറ്റുക? നേരെ പോയി പ്രിയങ്കയെ തല്ലാൻ പറ്റുമോ? അല്ലെങ്കിൽ ആ മുത്തശ്ശിയുടെ കഴുത്തിന് പിടിച്ച് വെളിയിൽ തള്ളാൻ പറ്റുമോ? അതൊക്കെ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ നോക്കട്ടെ. എടാ, അവരീ കാണിച്ചു കൂട്ടുന്നതൊക്കെ നമ്മൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി തന്നെ. എന്നിട്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ പോണം, നിന്നെ കോടതിയിൽ എത്തിക്കണം. അതങ്ങനെ വിട്ടുകൊടുക്കാൻ എനിക്കിത്തിരി ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാ നിന്നോടൊന്ന് അടങ്ങിയിരിക്കാൻ പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയ മുത്തശ്ശി, രാധികയെ പോലെ മനസ്സ് തുറന്ന് ചിന്തിക്കുന്ന ഒരാളല്ല എന്റെ കൂടെ ഉള്ളതെങ്കിൽ ഈ നിമിഷം ഇട്ടിട്ട് പോകില്ലായിരുന്നോ? സംശയത്തിന് മുന്നിൽ എന്നെ നിർത്തില്ലായിരുന്നോ? അതുകൊണ്ടല്ലേ അവളെ തന്നെ നിനക്ക് കിട്ടിയത്. അക്കാര്യത്തില് നീയൊന്ന് ആശ്വസിക്കേ. ഇപ്പൊ നിന്നെ അവര് നാണം കെടുത്തിയതൊക്കെ കൃത്യമായിട്ട് അക്കമിട്ട് കുറിച്ചു വച്ചോ.